ഇന്നൊരു തൃശ്ശൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴി കുതിരാനൊക്കെ കഴിഞ്ഞപ്പോണ്ട് നല്ല മഴ. വേനൽ മഴയും ആസ്വദിച്ചിങ്ങനെ വരുമ്പോഴാണ് ബ്ലോക്ക്. സാധാരണ റോഡ് പണി കാരണം ഉണ്ടാവുന്ന ബ്ലോക്കാണെന്നാണ് ആദ്യം വിചാരിച്ചത്. സ്ഥലം ആലത്തൂര്, സമയം 5:30. നല്ല സ്പീഡിലാണ് ഞങ്ങളും വന്നുകൊണ്ടിരുന്നത്. തിരിച്ചെത്തിയിട്ട് കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിൽ പലർക്കും റെഡ് സിഗ്നലിൽ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ പോലും പലപ്പോഴും ഉണ്ടാവാറില്ല. പിന്നെ റോഡിലാണെങ്കിലോ മത്സരം പോലെയാണ് സ്പീഡും ഓവർടേക്കും ഒക്കെ. എന്തിനാണ് ഈ ധൃതി? റോഡിൽ തിരക്ക് പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കഴിവതും നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇറങ്ങുക. പോവാനുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് വൈകി എത്തിയെന്ന് വെച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. ജീവനും ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുന്നതിലും വലുതൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഇപ്പം പറയാൻ കാരണം ഈ ബ്ലോക്കാണ്. ബ്ലോക്കിന് കാരണം ആക്സിഡൻ്റ് ആയിരുന്നു. റോഡ് ക്ലിയർ ആയി വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ആക്സിഡൻ്റ് എത്രത്തോളം സീരിയസ് ആയിരുന്നെന്ന് നമുക്ക് മനസ്സിലായത്. ആ വണ്ടി ഡിവൈഡറിൽ ഇടിച്ച് ഇതിൻ്റെ മീതെ കയറി ചെടികളുടെ ഇടയിലൂടെയൊക്കെ പോയി ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. വണ്ടിയുടെ വീലും വേറെ കുറേ പാർട്സൊക്കെ ഇളകി അവിടെ എവിടെയും ചിന്നിച്ചെതറി കിടക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്ന നമ്മുടെയും റോഡിലുള്ള മറ്റുള്ള ആളുകളുടെ ഒക്കെ സുരക്ഷ നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. ഇതുപോലുള്ള ആക്സിഡൻറ്റ് ഇനി ഒരിക്കലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ കാണുന്നതാണ് ആക്സിഡൻറ്റിൽപ്പെട്ട വണ്ടി. ഇതിലുണ്ടായിരുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ ഇൻസിഡൻറ്റ് മനസ്സിൽ വെച്ചിട്ട് സേഫായിട്ട് വണ്ടി ഓടിക്കുക. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക കേട്ടോ.